നമസ്കാരം. ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. കുറേ ആൾക്കാരും ഞാനുണ്ട്. നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, അവരങ്ങനെയാണ്. നമുക്കൊരിക്കലും അവരെ നമുക്ക് മാറ്റാൻ കഴിയില്ല. ഞാൻ പറയാൻ റീസൺ എന്താ അറിയോ? ഈ ഒരു രീതിയിൽ തുടങ്ങാൻ വിചാരിച്ചല്ല, പക്ഷെ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനലുണ്ടല്ലോ ദീപ്തി ടീച്ചറുടെ ഒരു വീഡിയോ ഉണ്ടായത് 2-3 ദിവസം മുന്നേ. ഞാൻ അതിനെ റിയാക്ട് ചെയ്തിട്ട് ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതായത് അവരുടെ പല വീഡിയോസിലും അല്ലെങ്കിൽ അവരെക്കുറിച്ച് മറ്റുള്ളവർ റിയാക്ട് ചെയ്യുന്ന പല വീഡിയോസിൻ്റെ അടിയിലും വന്നിട്ട് സ്ഥിരമായിട്ട് കമൻ്റ് ഇടുന്ന, സ്ഥിരമായിട്ട് ടാർഗറ്റ് ചെയ്തിട്ട് കമൻ്റ് ഇടുന്ന, മോശം കമൻറ്റ്സ് ഇടുന്ന ഒരു അക്കൗണ്ട് റാണി പി സദാശിവം, പേര് മറന്നോ അറിയില്ല, റാണി പി സദാശിവൻ 7445 എന്നാണ് ഐ ഡിയുടെ പേര്. യെസ്, റാണി പി സദാശിവൻ 7445 എന്നുള്ള ഐ ഡിയിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് കമൻസ് ഇടുന്നൊരു സിറ്റുവേഷനിൽ ഇവർ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്തുകൊണ്ട് അവരെ തേടി പിടിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ അവർ ചെയ്തിരുന്നു. നമ്മളതെടുത്ത് റിയാക്ട് ചെയ്തിരുന്നു ഞാൻ ഇന്നലെ. ഇതിൻ്റെ അടിയിൽ ഈ റാണി എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ടിൽ നിന്ന് അവർ വന്നിട്ടൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. പ്ലസ് അവർ കുറേ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അതിലൊരു കമൻറ്റ്, ലാസ്റ്റ് വന്നിട്ടുള്ളൊരു കമൻറ്റ് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിനുള്ളൊരു മറുപടി എന്നുള്ള കണ്ടീഷനിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പ്ലസ് ദീപ്തി ടീച്ചറുടെ ഈ വീഡിയോ കണ്ടതിന് നമ്മൾ രണ്ടാമത്തെ വീഡിയോ ആണല്ലോ ഇപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ ചെയ്യുന്നത്. ഐ തിങ്ക് ദിസ് വിൽ ബി ദ ഫൈനൽ വൺ. ഇതോടുകൂടി ഈ ഒരു ടോപ്പിക് നിർത്താൻ തോന്നുന്നുണ്ട്. അപ്പോൾ 1-2 കാര്യങ്ങൾ ജസ്റ്റ് പറഞ്ഞിട്ട് ഞാൻ വയ്ക്കാം. ഇന്നലെ ഞാൻ എൻ്റെ വീഡിയോ കണ്ടവർക്കറിയാം, ആ വീഡിയോയിൽ ഞാൻ വെറും ദീപ്തി ടീച്ചറുടെ കേസ് മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്. ഇവർ ഈ റാണി എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ടിൽ നിന്ന് ഡാനീസ് ഡേയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിലും ഇതുപോലത്തെ കമൻസ് കൊണ്ടുപോയിട്ടിട്ട് അവർ ആ കമൻറ്റിനെ വളരെ വിഷമകരമായ സിറ്റുവേഷനിൽ വിഷമത്തോടു കൂടി റിയാക്ട് ചെയ്യുന്നൊരു ക്ലിപ്പും ഞാനതിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നു. സോ ഇവരുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ എത്ര പറഞ്ഞിട്ടുള്ളൂ, ഈ അക്കൗണ്ട് ഈ റാണി എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ മാനസിക സ്ഥിതി എന്താണെന്ന് എനിക്കറിയില്ല. ഇൻ ദ സെൻസ് അവരുടെ വാട്ട് ഈസ് ഗോയിങ് ത്രൂ ഹെർ മൈൻഡ് എന്നുള്ളത്, അവരുടെ മനസ്സിലൂടെ എന്താ പോകുന്നു എന്നുള്ളത്, ഇങ്ങനത്തെ ആൾക്കാരെ പോകുന്നു നമുക്കറിയില്ല. പൊതുജനം പലവിധം. ഞാൻ ഇങ്ങനെയാണ് സംസാരിക്കാറ്, യൂട്യൂബിൽ വരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ സംസാരിക്കാറ്. പക്ഷെ പേഴ്സണലി ഞാൻ അങ്ങനെയല്ല സംസാരിക്കാമെന്ന് എന്നെ അറിയുന്നവർക്കറിയാം. കാരണം വെച്ചാൽ ഇത് നമ്മുടെ ചാനൽ ഒരുവിധം ഈ പറഞ്ഞ ഫാമിലി ഓഡിയൻസൊക്കെ കേൾക്കുന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെ ഞാൻ മാക്സിമം നമ്മൾ ശ്രമിക്കാറുണ്ട് നല്ല രീതിയിൽ സംസാരിക്കാൻ. അപ്പോൾ ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതെന്തുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം വെച്ചാൽ ഇവർ കുറച്ച് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ആദ്യം അവർ കുറേ കമൻറ്റ് ഇട്ടു, അതിനുശേഷം ഇപ്പോൾ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടൊരു കമൻറ്റ് ഉണ്ട്, അവർ എനിക്ക് തന്നിട്ടുള്ളൊരു കമൻറ്റ്. ആ കമൻറ്റ് ഞാൻ വായിക്കാം. അതിനുള്ളൊരു മറുപടി ഉണ്ട്. അതിന് ദീപ്തി ടീച്ചർ വീണ്ടും ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദീപ്തി ടീച്ചറോട് ഒരു കാര്യം ഫസ്റ്റ് പറയട്ടെ. പക്ഷേ നമ്മളാരും അല്ല പറയാൻ കേട്ടോ, പക്ഷെ എന്നാലും എനിക്ക് ജസ്റ്റ് പറയണം തോന്നിപ്പോയി. 2 ടൈപ്പ് ആൾക്കാരുണ്ട് അല്ലേ. ചില ആൾക്കാർക്ക് ജീവിതത്തിൽ ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കും അല്ലേ. യു ഹവ് ഗോട്ട് സം സോർട്ട് ഓഫ് എയിം. എന്തെങ്കിലും ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കും, സ്വന്തമായിട്ടായിരിക്കാം അല്ലെങ്കിൽ ആൾക്കാരെ സഹായിക്കണം എന്നായിരിക്കാം. പക്ഷേ ലക്ഷ്യം ഒരുവിധം ആൾക്കാർക്ക് ഉണ്ടാവും. വേറൊരു വിഭാഗമുണ്ട്, ഒരു ലക്ഷ്യമില്ല, ഒരു ജീവിതത്തിനൊരു അർത്ഥം ഇല്ല എന്ന് കണക്കാക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. ദിസ് നോ മീനിങ് ഫോർ ദെയർ ലൈഫ്. അവർ എന്തിനു വേണ്ടി ജീവിക്കുന്നു, എന്തിനാണ് ഞാൻ രാവിലെ എണീക്കുന്നതെന്നോ എന്തിനു വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് എന്നുള്ള യാതൊരു അർത്ഥവും ജീവിതത്തിൽ ഇല്ലാത്തൊരു വിഭാഗം ആൾക്കാരുണ്ട്. അപ്പോൾ മറ്റ് കാറ്റഗറി, ഇപ്പോൾ ദീപ്തി ടീച്ചർ, ഇപ്പോൾ ഞാനും ആ ഒരു ടൈപ്പാണ്. നമ്മൾ ഒരു എയിമുണ്ട് നമുക്ക് ലൈഫിൽ എവിടെ എത്ര മുന്നേറണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അത് വിചാരിച്ചിട്ടാണ് നമ്മുടെ ലൈഫിൽ പല കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളൊരു എയിമിലേക്ക് പോകുന്ന സമയത്ത് ഇഫ് യു സീ ഡോഗ്സ് ബാർക്കിംഗ്, നിങ്ങൾ ഈ പട്ടികൾ നിങ്ങളെ വഴിയിൽ നിന്ന് കുരയ്ക്കുക കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ച് കാണുന്ന ഓരോ നായനോടും തിരിച്ച് കുരയ്ക്കുക, അല്ലെങ്കിൽ അതിനൊക്കെ കല്ലെടുത്ത് എറിയാൻ നിൽക്കുക, അതിനൊക്കെ അടിച്ചോടിക്കാതെ നിൽക്കുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക? നമ്മൾ ആ ലക്ഷ്യത്തിലേക്കുള്ള ഒരു സംഗതി, ഇത് ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ള സംഭവമാണ്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ ഒരു കോട്സായിട്ട് തന്നെ കാണാൻ പറ്റും. പക്ഷെ ഞാൻ വീണ്ടും ഇത് ഇവിടെ പറയണം തോന്നിപ്പോയി. നമ്മുടെ ലക്ഷ്യം ഒരിക്കലും ഇതൊന്നും നമ്മളാരും അല്ല കേട്ടോ, ആരോടും പറഞ്ഞുതരാൻ ആരുമില്ല. പക്ഷെ എന്നാലും ഞാൻ ജസ്റ്റ് ഒരു കാര്യം നമുക്കൊന്ന് പറയണം തോന്നിപ്പോയി. അതായത് നമ്മളെ ലക്ഷ്യം നമ്മൾ മറക്കും. നമ്മളെ ലക്ഷ്യം അതല്ല. നമുക്ക് ഈ വഴിയിൽ കണ്ട പട്ടികളോടൊക്കെ നായ്ക്കളോടൊന്നും തിരിച്ച് കുരയ്ക്കുക, അവരെ കല്ലെടുത്തെറിയുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നമ്മളെ പരിപാടികളായിട്ട് മുന്നോട്ട് പോവുക. എന്തെങ്കിലും ആയിക്കോട്ടെ, അവർ കുറച്ച് നേരം അത് നമ്മളെ കാണുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അടുത്ത ആൾ വരുമ്പോൾ അവരെ കുറയ്ക്കും. ചിലപ്പോൾ അങ്ങനെ കുറച്ചുകൊണ്ടിരിക്കും. അങ്ങനെ കുറച്ച് അവരുടെ ജീവിതം തീരും. അവർക്ക് വേറൊരു എയിമോ കാര്യങ്ങളോ ഇല്ല. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് പറയണം തോന്നിപ്പോയി. അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് ഇങ്ങനത്തെ കമൻറ്റ്സ് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങുന്ന സമയത്ത് തന്നെ ഇതുപോലെ നമ്മൾ ചിന്തിക്കണം, ഇതുപോലുള്ള കമൻറ്റ്സ് വരുന്നുള്ളൂ. പക്ഷെ അതുകൊണ്ട് ഒരു പരിധി വരെ നമ്മൾ റിയാക്ട് ചെയ്തു പോകും. ബിക്കോസ് ദാറ്റ് ഇസ് എഫക്റ്റിംഗ് അവർ ഫാമിലിനെയൊക്കെ എഫക്ട് ചെയ്യുന്ന സമയത്ത് പേഴ്സണലി നമ്മൾ എടുത്തു പോകും. അപ്പോൾ നമ്മൾ റിയാക്ട് ചെയ്ത് പോകും. ദാറ്റ് ഇസ് ലൈക്ക് ക്വൈറ്റ് നാച്ചുറൽ. പക്ഷെ എന്നാലും കഴിയുന്നതും ഇത് ഞാൻ ഇന്നിങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ ബിക്കോസ് നൗ ഐ അണ്ടർസ്റ്റാൻഡ് ഹൗ
എന്താ പറയുക, എത്രയും പത്തറ്റിക്കാണ് ആ കമൻ്റ് ഇടുന്ന വ്യക്തിയുടെ മാനസിക നില എന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ബിക്കോസ് ഷീ സോ ഡെസ്പെറേറ്റ് ദാറ്റ് കഴിഞ്ഞ 24 മണിക്കൂറിൽ എത്രത്തോളം കമൻറ്റുകൾ ഇതിനു വേണ്ടി കമൻറ്റ് പറഞ്ഞാൽ ഇത്രയും എഴുതണ്ടേ, ഇത്ര എഴുതി കഴിഞ്ഞിട്ട് ഇതിനൊക്കെ മൈൻഡ് വർക്ക് ചെയ്യണ്ടേ. നീ എന്താ പറഞ്ഞുകൊണ്ടിരുന്നുള്ള ഈ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. ഇനി ഞാൻ ഇതിൽ കമൻറ്റിലേക്ക് വരാം. എൻ്റെ വീഡിയോയിൽ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഒരുപാട് കമൻറ്റ് ഇട്ടിട്ടുണ്ട്, ഞാൻ കുറേ നോക്കി ഇഗ്നോർ ചെയ്തു. പക്ഷേ ഈ ഒരു കമൻറ്റ് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കമൻറ്റ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ. ദീപ്തി ടീച്ചറും കൈകാര്യം കൂടി, അതെന്താ എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഇവരുടെ ഭാഷകൾ എനിക്ക് മനസ്സിലാവുന്നില്ല. അവർ പക്ഷേ ചിലപ്പോൾ മലയാളത്തിൽ നമ്മളൊരു പണ്ഡിതനോ പ്രാവീണ്യം നേടിയ ആളല്ലാത്തതുകൊണ്ടായിരിക്കാം മനസ്സിലായില്ല. ദീപ്തി ടീച്ചറും കൈകാര്യം കൂടി ഒപ്പിച്ചു കൊണ്ടിരുന്ന കുൽകൃതം എന്ന് പറഞ്ഞൊരു വാക്കുണ്ടോയെന്ന് അറിയില്ല, കുൽസിതം എന്നാണോ ഉദ്ദേശിച്ചറിയില്ല. എന്താണെങ്കിലും കുൽകൃതങ്ങൾക്ക് അറുതിയായി. വി ആർ ലവ്ളെ എന്ന് പറഞ്ഞാൽ വി ആർ ലവിലെ അമലിനും സുഖനിക്കും വേണ്ടി ദീപ്തി കളിച്ച കളിയല്ല, പണി പാളി. ദീപ്തി വിയർത്ത് കുളിച്ച് ഇവിടെ എത്തിച്ചേർന്നു. ദീപ്തിയുടെ കട്ടയും പടവും മടങ്ങി. ആയിക്കോട്ടെ, നിങ്ങൾ മടക്കായിരിക്കേ, സ്വയം മടങ്ങേ, എന്തോ ആയിക്കോട്ടെ, നമുക്ക് പ്രശ്നമല്ല. അടുത്തതാണ് രസം. ചേട്ടൻ സമാധാനമായി ഇനി ഇരിക്കുക. നമുക്ക് സമാധാനക്കേടൊന്നുമില്ല സുഹൃത്തെ, നമുക്ക് അങ്ങനെ സമാധാനക്കേടൊന്നുമില്ല കേട്ടോ. ഈശ്വര, എന്നെക്കുറിച്ച് തോന്നിവാസം ഇനിയും വീഡിയോ ഇട്ടാൽ, ഞാൻ നിങ്ങളെക്കുറിച്ച് തോന്നിവാസം വീഡിയോ ഇട്ടിട്ടില്ല. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഈ കണ്ട കാര്യം പറയുന്നത് നിങ്ങൾക്ക് തോന്നിവാസമായിട്ട് തോന്നുകയാണെങ്കിൽ ദാറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്. അപ്പോൾ നിങ്ങൾ സ്വയം നിങ്ങളൊന്ന് വിലയിരുത്താൻ പ്രാപ്തി ഉണ്ടെങ്കിൽ വിലയിരുത്തുക. ഞാൻ വിലയിരുത്തൂ എന്ന് പറയുമ്പോഴും തോന്നുക, പ്രാപ്തി ഉണ്ടെങ്കിൽ വിലയിരുത്തുക കേട്ടോ. നമുക്ക് ഒരുപാട് ടൈപ്പ് ഓഫ് ആൾക്കാരില്ലേ അല്ലേ, ആ ഗണത്തിൽപ്പെട്ടതായിരിക്കാം. ചേട്ടൻ ഇനിയും വീഡിയോ ഇട്ടാൽ ചേട്ടനെ കുറിച്ച് ഞാൻ തോന്നിവാസ വീഡിയോ ഇറക്കും. ചേട്ടനെ കുറിച്ച് ഞാൻ തോന്നിവാസ വീഡിയോ ഇറക്കും. തോന്നിവാസ വീഡിയോ ഇറക്കും. പിന്നെ ചേട്ടൻ അതൊരു നാണക്കേടാകും. കഥയറിയാതെ ആട്ടം കണ്ട മനുഷ്യൻ, അതുകൊണ്ട് എന്നെക്കുറിച്ച് ചെയ്ത വീഡിയോ എല്ലാം ഡിലീറ്റാക്കി പോയി കൊള്ളുക. മറുപടികൾ ഒരുപാട് പറയാൻ മനസ്സിലുണ്ട്. ഒരുപക്ഷെ റാണി പി സദാശിവം അല്ലായിരുന്നെങ്കിൽ, റാണി പി ഇല്ലായിരുന്നെങ്കിൽ വേറെ രീതിയിലായിരിക്കും മറുപടി വരിക. സീരിയസ്ലി വേറെ രീതിയിലാണ്. പിന്നെന്താ വെച്ചാൽ ഞാൻ എന്താ പറഞ്ഞത്, ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഐ കനോട്ട് ഇതിനൊരു റിപ്ലൈ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ. ഇതിനൊരു റിപ്ലൈ ഒരു സ്ത്രീ ചോദിച്ചു, വിദ്യമോൾ, കിട്ടിയതൊന്നും പോരെ സ്ത്രീയെ എന്ന് ചോദിച്ചവർ. ഇതിനൊരു മറുപടി കൊടുത്തത് നിങ്ങൾ തന്നെ സ്ക്രീനിൽ നോക്കിക്കോളൂ. കാണുന്നുണ്ടോ സ്ക്രീനിൽ? നീ പോടി എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. എനിക്ക് വായിക്കാൻ വയ്യ അവിടെ. ഓക്കെ, ഇതിനടിയിൽ അവർ വീണ്ടും എന്തോ എടാ ആ കോളനിയിൽ താമസിക്കുന്ന കോളനി അക്കാന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു മഹാകാവ്യം എഴുതിയിട്ടുണ്ട്. ഞാനത് അവിടെ കമൻറ്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് ദീപ്തി ടീച്ചർ ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. അക്കേ, ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു, എല്ലാം മറന്നു, നല്ല രീതിയിൽ നിങ്ങളുടെ മകളെ ഓർത്ത് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. ഇനി ആവർത്തിക്കാതിരുന്നാൽ വീഡിയോ ഡിലീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. നിങ്ങൾ പിന്നെയും തുടങ്ങി. നിങ്ങൾ അനുഭവിക്കാനിരിക്കുന്നതേ ഉള്ളൂ. ഈ പുലി വരുന്നേ എന്ന് പറയുന്നത് പോലെയാണ് റാണി അക്കയുടെ കാര്യം. ഉള്ള തോന്നിവാസം എല്ലാം പറഞ്ഞു നടന്നിട്ട് ഇപ്പോൾ സത്യം പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല എന്നും പറഞ്ഞിട്ട് ചിരിച്ചിട്ടുണ്ട് അവർ. അതിന് ചേച്ചി ഇവിടെ വെറുതെ വിടരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് കമൻറ്റ് അയക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കമൻറ്റ് വന്നു. ഇനി കമ്മിങ് ബാക്ക് ടു ദി കമൻറ്റ്, ഇവർ എനിക്ക് ഇട്ടിട്ടുള്ളൊരു കമൻറ്റ്. ഓക്കെ, നോക്കൂ, ഞാനെന്താ പറയുക, ഞാൻ നിങ്ങളെ ഈ രീതിയിലല്ല കേട്ടോ ഞാൻ പ്രതികരിക്കേണ്ടത്. പക്ഷേ നമ്മുടെ ഒരു കഴിവുകേടായിട്ട് കണക്കാക്കരുത് ദയവ് ഇത്. ദിസ് ഇസ് ഹൗ ഐ ആം വെൻ ദി ക്യാമറ തുറന്നു കഴിയുമ്പോൾ ഇതാണ് ഞാൻ. ഓക്കെ, അത്രമാത്രം മനസ്സിലാക്കുക. ഒരു കാര്യം പറയാം, നിങ്ങളിപ്പോൾ ജസ്റ്റ് നിങ്ങളുടെ ജീവിതത്തിനെ കുറിച്ച് പറ്റുമെങ്കിൽ ചിന്തിച്ച് നോക്കൂട്ടോ. അല്ലെങ്കിൽ നിങ്ങളെ പരിചയമുള്ള ആരെങ്കിലും കുട്ടികളോ വീട്ടിലോ ഫാമിലി ഹസ്ബൻഡോ അച്ഛനമ്മ സഹോദരൻ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൻ്റെ മീനിങ്, ഞാൻ അതാണ് ഫസ്റ്റ് പറഞ്ഞത് കേട്ടോ. നിങ്ങളുടെ ലൈഫിൻ്റെ മീനിങ് ഒന്ന് ചിന്തിച്ച് നോക്കൂ. നിങ്ങളുടെ ഒരു ദിവസം എന്താ? ഐ ഹവ് സീൻ ദാറ്റ് നിങ്ങൾ ഏകദേശം 17 കമൻറ്റോളം എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്തിട്ടും സപ്പോർട്ട് ഇൻ ദ സെൻസ് നമ്മൾ ചെയ്യുന്ന കോണ്ടന്റിന് റിലേറ്റ് ചെയ്തിട്ടൊക്കെ പല കാര്യങ്ങളും കമൻറ്റൊക്കെ ഇട്ട് കണ്ടു. ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ ഐ ഡി. യു സ്പെൻഡ് ലോട്ട് ഓഫ് ടൈം ഓൺ സോഷ്യൽ മീഡിയ. നിങ്ങൾ ഒരുപാട് സമയം സോഷ്യൽ മീഡിയയിൽ ഇതുപോലുള്ള സംഗതികൾ, എസ്പെഷ്യലി വ്ളോഗുകളുടെ അടിയിൽ വന്ന് സമയം ചിലവഴിക്കുന്നുണ്ട്. നിങ്ങളുടെ സമയം കേട്ടോ, സമയം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആരുമല്ല ഉപദേശിക്കാൻ,
ഉപദേശം കേൾക്കേണ്ടാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് വിടാം. പക്ഷേ ഞാൻ അല്ലാത്ത രീതിയിൽ പറയുന്നത് ഇങ്ങനെ പറയുന്നു എന്നേ ഉള്ളൂ. അങ്ങനെ പറയുന്നു, അത് ഭാഗ്യം ഞാൻ അങ്ങനെ കണക്കാക്കുന്നു. നിങ്ങൾ ഒരുപാട് സമയം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇതുപോലുള്ളതൊക്കെ ഞാൻ ഈ പെർട്ടിക്കുലർ ഈ ഒരു വ്യക്തി ഈ അക്കൗണ്ടിനെ മാത്രമല്ല പറയുന്നത്, ഇതുപോലത്തെ ആൾക്കാരോട് പറയാം. നിങ്ങൾ ഒരുപാട് സമയം നിങ്ങൾ കമൻറ്റ് ചിലവഴിക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളുടെ സമയം നിങ്ങൾ വേണ്ടപ്പെട്ട കാര്യങ്ങൾ ആൾക്കാർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചിലവഴിക്കേണ്ട എത്ര സമയമാണ് നിങ്ങൾക്ക് പോകുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതിൻ്റെ പുറകെ നൂലാമാല പിടിച്ച് നടന്ന ഇതിൽ ചിലപ്പോൾ ഒരു സുഖം കിട്ടുന്നുണ്ടോയെന്നറിയില്ല. അത് ഇനി വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് അറിയില്ല. എന്തെങ്കിലും കുഴപ്പമുണ്ടോ എനിക്കറിയില്ല കേട്ടോ. എനിക്ക് അങ്ങനെ തോന്നിപ്പോവാണ്. കാരണം അടുത്ത ഒരു രഞ്ജി പണിക്കർ ആവാനുള്ള കഴിവുള്ള എഴുത്തുകാരിയാണ്. ഐ തിങ്ക് സീരിയസ്ലി നിങ്ങൾ എഴുതാൻ എന്തെങ്കിലും ചിന്തിച്ചു നോക്കാൻ നല്ലത് അല്ലേ? ഇതുപോലത്തെ എഴുത്താണെന്നുണ്ടെങ്കിൽ വേറെ പറയാം. എന്നാലും ഞാൻ പറയാം, ഇത്രയൊക്കെ സമയം കണ്ട യൂട്യൂബ് ചാനലുകളിൽ വന്നിട്ട് യൂട്യൂബിൽ വ്ളോഗ് കാണണ്ടേ? ഒരു 10-25 മിനിറ്റുള്ള വ്ളോഗ് കാണണം. കണ്ട് എത്ര വ്ളോഗ് കാണും? ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഇതിൻ്റെ അടിയിലൊക്കെ വന്നിരുന്ന് കമൻ്റ് അടിക്കാൻ അതിന് വേണം അത്രയും സമയം. ഇതിന് മാത്രം സമയം എന്താ? നിങ്ങൾക്ക് വേറെ ഒരു പണിയില്ലേ? ഒരു പണിയില്ലാത്തൊരു മനുഷ്യനെ ജീവിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. ഓക്കെ, ഞാൻ ദീപ്തി ടീച്ചറോടോ അല്ലെങ്കിൽ ഇത് ബാക്കിയുള്ളവരോടൊക്കെ പറയുക, ഇവർ ഇതുപോലത്തെ ഐഡികൾ ബ്ലോക്ക് ചെയ്ത് വിടുക. അവരെവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് അവരുടെ ഫ്രസ്ട്രേഷൻ തീർക്കട്ടെ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. വീണ്ടും ഞാൻ പറയുന്നു, ഈ ഒരൊറ്റ ഇതുകൊണ്ടാണ് എനിക്കെന്തോ ഞാൻ ഈ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ട് വേറെ വർത്തമാനം പറയാനില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയല്ല സാധാരണ പ്രതികരിക്കാറ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കഴിവുകേടായിട്ട് കണക്കാക്കരുത്. നിങ്ങൾ ഇഷ്ടം പറയാം. അപ്പോൾ വീഡിയോയും പരിപാടിയൊന്നും ഡിലീറ്റ് ചെയ്യുന്നില്ല. വീഡിയോ ഒക്കെ അവിടെ കിടക്കട്ടെ കേട്ടോ. അപ്പോൾ ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, ദയവ് ചെയ്ത് സമയം ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ വീട്ടിലെ എല്ലാവരും ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. അവർക്കൊക്കെ വേണ്ടിയിട്ട് അവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു എളിയ അഭ്യർത്ഥന മാത്രം കേട്ടോ. എന്നിട്ടും നേരെയാവില്ലെങ്കിൽ ദീപ്തി ടീച്ചർ ആ കമൻറ്റിൽ അടിച്ച പോലെ ഏതെങ്കിലും ഒരു ദിവസം ദെൽ ബി സം ഡേ ഈ ഏറുണ്ടല്ലോ അത് കറക്റ്റ് കൊള്ളും. പിന്നെ കുറയ്ക്കാൻ നമുക്ക് നാവ് പൊന്താത്തൊരു സിറ്റുവേഷൻ വരും. ആ അവസ്ഥ വരും എന്നുള്ളത് മനസ്സിലാക്കിയാൽ നന്ന്.